മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ വാമദേവൻ്റെയും കരുണയുടെയും അത്യാർത്ഥിക്കുള്ള നല്ല തിരിച്ചടി കിട്ടുന്ന എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും കണ്ണൻ മോഹിനിനെ ചെന്ന് കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനായിരുന്നു. എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം എൻ്റെ അച്ഛൻ അങ്ങനെ സ്നേഹിച്ച് എന്നെ വളർത്തിക്കൊണ്ടിരുന്നത്. ആ സമയത്താണ് എൻ്റെ അച്ഛനിങ്ങനെ സംഭവിച്ചത്. അന്ന് പ്രതാപൻ അച്ഛൻ്റെ ബൈക്കിലേക്ക് ലോറി ഓടിച്ച് കയറ്റുമ്പം അതിനകത്ത് മഹി ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ സത്യങ്ങൾ അറിയാൻ വൈകിപ്പോയി. ഒരിക്കലെങ്കിലും അയാളെ എൻ്റെ കണ്ണിൽ കാണിക്കണേ ഭഗവാനെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് അയാളെ കണ്ടു കിട്ടി. അന്ന് ഞാൻ 7-ാം മാസത്തെ ചടങ്ങിന് ഇവിടെ വന്നപ്പം അയാൾ തന്നെ എന്നോട് ഈ സത്യങ്ങളൊക്കെ പറഞ്ഞ് അത് കേട്ടതും എനിക്ക് മഹിയോടും അതുപോലെ അനന്തുവിനോടും ലേഖനോടൊക്കെ ദേഷ്യമായി. പിന്നെ സമനില തെറ്റിയ ഒരാളുടെ സംസാരം വിശ്വസിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാനൊരു വിദ്യ ചെയ്തു. അന്ന് അനന്തുവിൻ്റെ വീട്ടിൽ ചെന്നപ്പം എൻ്റെ ഫോൺ അവിടെ മറന്നു വെച്ചതുപോലെ ഞാൻ ആ ഫോൺ റെക്കോർഡ് ചെയ്ത് അവിടെ വെച്ചിട്ട് പോയി. കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ ഫോൺ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. വീട്ടിൽ ചെന്ന് ഞാൻ ഫോൺ ഓൺ ചെയ്ത് കേട്ടപ്പം എനിക്ക് മനസ്സിലായി ഇയാൾ പറഞ്ഞതെല്ലാം സത്യമാണ്. അത് മഹിക്കും അറിയാം, അനന്തുവിനും ലേഖയ്ക്കൊക്കെ അറിയാമെന്ന്. അതോടുകൂടി എൻ്റെ മനസ്സ് കരിങ്കല്ല് പോലെയായി. പിന്നീട് എനിക്ക് അനന്തുവിനോടും ലേഖനോടും മഹിയോടൊക്കെ ദേഷ്യമായിരുന്നു. പല പ്രാവശ്യം മഹി എൻ്റെ മുന്നിലേക്ക് വന്നെങ്കിലും ഞാൻ മഹിയോട് മിണ്ടാൻ കൂട്ടാക്കിയില്ല. എന്നെ അനന്തുവും ലേഖയൊക്കെ ഒരുപാട് കുറ്റപ്പെടുത്തിയെങ്കിലും ഞാൻ എൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നു. അതെൻ്റെ ഭാഗത്തെ തെറ്റാ, എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ എന്ന് പിന്നീട് കണ്ണൻ പറയുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട് അമ്മേ, അന്ന് എൻ്റെ കയ്യിൽ ഒരമ്മ ഒരയ്യപ്പ വിഗ്രഹം തന്നിരുന്നു. ആ വിഗ്രഹം അന്ന് ആ ആക്സിഡൻറ്റിൽ എൻ്റെ കയ്യിൽ നിന്നും തെറിച്ചു പോയിരുന്നു. ആ വിഗ്രഹം ഇപ്പം മഹിയുടെ കയ്യിലുള്ളത്. മഹി പ്രാർത്ഥിക്കണതും പൂജിക്കണതൊക്കെ ആ വിഗ്രഹത്തെ തന്നെയാണ്. എന്തായാലും ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ. ഇതോർത്ത് എനിക്കൊരിക്കലും ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല മോനെ എന്നൊക്കെ ഈ മോഹിനി പറയുന്നുണ്ട്. പിന്നീട് കണ്ണൻ വേഗം തന്നെ എഴുന്നേറ്റ് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി പോകാനായിട്ട് വരുമ്പോഴാണ് നമ്മളുടെ പ്രതാപൻ അങ്ങോട്ട് വരുന്നത്. പ്രതാപൻ വണ്ടിയിലിരുന്ന് തന്നെ കണ്ണനെ കാണുന്നുണ്ട്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, എടാ പ്രതാപ, അത് കണ്ണനല്ലേ, അവൻ എന്തിനായിരിക്കും ഇപ്പം ഇങ്ങോട്ട് വന്നേക്കണേന്ന് ചോദിക്കുമ്പം പ്രതാപൻ പറയുന്നുണ്ട്, ഞാനില്ലാത്ത നേരം നോക്കി അവൻ്റെ പെണ്ണിനെ ഇവിടെ കൊടുന്ന് ആക്കാൻ വന്നതായിരിക്കുമെന്ന്. അങ്ങനെ പ്രതാപൻ ഇറങ്ങുമ്പം പ്രതാപന് ഈ കണ്ണനെ ഫേസ് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ട്. പ്രതാപൻ്റെ അമ്മയ്ക്കാണെങ്കിൽ കണ്ണൻ്റെ നോട്ടോ ഭാവമൊക്കെ കാണുമ്പോൾ പേടിയാവുന്നുണ്ട്. എന്നിട്ട് പ്രതാപൻ അടുത്തേക്ക് വന്നിട്ട്, കണ്ണാ മോനെ, നീ എപ്പോഴാടാ വന്നേ, നീ പോവാൻ നിൽക്കുവാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കണ്ണൻ ദേഷ്യത്തോടു കൂടി നോക്കണം കാണുമ്പോൾ പ്രതാപൻ്റെ അമ്മയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട്. എന്നിട്ട് പ്രതാപൻ കണ്ണൻ്റെ അടുത്തേക്ക് വന്നതും കണ്ണൻ എൻ്റെ അച്ഛനെ കൊന്നത് ആരാന്ന് ചോദിക്കുന്നു. ആ സമയത്ത് പ്രതാപനാണെങ്കിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ട്. പ്രതാപൻ ചോദിക്കുന്നുണ്ട്, എന്താ മോനെ, മോൻ എന്താ ഈ പറയണേ, എനിക്കറിയില്ല എന്ന് പറയുമ്പം, താൻ നുണ പറയരുത്, താൻ അന്ന് എന്നോട് പറഞ്ഞിരുന്നു എൻ്റെ അച്ഛനെ കൊന്നത് താനാണെന്ന്. ഞാനന്ന് 7-ാം മാസത്തെ ചടങ്ങിന് വന്നപ്പം താൻ എന്നോട് വിളിച്ച് പറഞ്ഞതാണ്. അത് കേട്ടതും പ്രതാപനും പ്രതാപൻ്റെ അമ്മയൊക്കെ ആകെ ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് നമ്മളുടെ മോഹിനിയാണെങ്കിൽ ഓടി പ്രതാപൻ്റെ അടുത്തേക്ക് വന്നിട്ട് പ്രതാപൻ്റെ അമ്മയോട് ചോദിക്കുന്നുണ്ട്, ഇയാളുടെ അസുഖമൊക്കെ മാറിയോന്ന് ചോദിക്കുമ്പം, ആ തീർത്തും മാറി മോഹിനി, എന്നാൽ വാ അകത്തേക്ക് കയറുന്നു പറയുമ്പം ഈ കണ്ണനാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ പ്രതാപൻ്റെ ഷർട്ടിൻ്റെ കോളറിലേക്ക് കയറി പിടിക്കുന്നുണ്ട്. എന്നിട്ട് പ്രതാപനെ വണ്ടിയിലേക്ക് തന്നെ ഉന്തി വിടുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതിപ്പോൾ ഞാൻ കണക്കിൽ വച്ചേക്കുക, എന്തായാലും തന്നെ ഞാൻ വെറുതെ വിടാനൊന്നും പോകുന്നില്ല, താൻ എൻ്റെ അച്ഛനെ കൊന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും പ്രതാപൻ പറയുന്നുണ്ട്, ഇല്ല കണ്ണ, ഞാൻ കൊന്നിട്ടൊന്നുമില്ല എന്ന് പറയുമ്പം ഈ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, അന്നേരം അവനക്ക് തലക്ക് വെളിവില്ലാതെ അവൻ എന്തൊക്കെയോ പറഞ്ഞതാ, അവനാരെയും കൊന്നിട്ടൊന്നുമില്ല മോനെ എന്ന് പറയുമ്പം, എന്നാൽ ഞാൻ നേരെ ഇപ്പോൾ പോണത് സ്റ്റേഷനിലേക്കാണ്. സ്റ്റേഷനിൽ പോയി ഞാനൊരു കംപ്ലയിൻറ്റ് കൊടുക്കാം, പോലീസ് അന്വേഷിക്കട്ടെ, പോലീസ് അന്വേഷിച്ച് ഇവനെ ജയിലിൽ കൊണ്ടു നിർത്തേ, ഇയാളെ വളർത്തി വലുതാക്കിയാൽ നിങ്ങളും കൂടി അനുഭവിക്കണമെന്ന്. പിന്നീട് പ്രതാപൻ പറയുന്നുണ്ട്, മോനെ, എനിക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി, മനഃപൂർവ്വമല്ല, ആ മഴയത്ത് അറിയാതെ സംഭവിച്ചു പോയതാന്ന് പറയുമ്പോൾ, എന്തായാലും ഇതിൻ്റെ ശിക്ഷ ഞാൻ നിങ്ങൾക്കല്ല തന്നത്, നിങ്ങളുടെ മകൾ ഒരുത്തി എൻ്റെ വീട്ടിലുണ്ടല്ലോ, അവളാണ് ഇനി അനുഭവിക്കാൻ പോണത്. ആ സമയത്ത് പ്രതാപനും പ്രതാപൻ്റെ അമ്മയും പറയുന്നുണ്ട്, കണ്ണാ മോനെ, അവളെ ഒന്നും ചെയ്യല്ലേടാ, അവൾ പാവാടാ, അവൾ പാവം, ദുഷ്ട മനസ്സാ അവളുടെ, നിങ്ങളെക്കൂട്ട് തന്നെയുള്ള സ്വഭാവം അവക്കും, എന്നാലും എന്നെ വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്തോ, അവളെ ഒന്നും ചെയ്യരുത് മോനെ എന്ന് പ്രതാപൻ പറയുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ അവൾക്കൊരവസരം കൊടുക്കും നന്നാവാൻ, എന്നിട്ടും അവൾ നന്നായില്ലെങ്കിൽ അവളുടെ വിധി കണ്ടറിയണം. എന്തായാലും അവളുടെ ജീവിതം അവിടെ പരിതാപകരാണെന്നും പറഞ്ഞ് ഇവിടെ കൊണ്ടു നിർത്താമെന്നൊന്നും കരുതണ്ട. അങ്ങനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളും നിങ്ങളുടെ മോളും തമ്മിൽ ഒരിക്കലും കാണില്ല, വല്ലപ്പോഴും ജയിലിൽ വന്ന് വേണം അവൾക്ക് നിങ്ങളെ കാണണമെങ്കിൽ. അത് കേട്ടതും പ്രതാപനാണെങ്കിൽ ആകെ പേടിയാവുന്നുണ്ട്. പിന്നീട് കണ്ണൻ കാറിലേക്ക് കയറാൻ പോണ സമയത്ത് പ്രതാപനാണെങ്കിൽ, മോനെ മാപ്പ് താടാ,
എനിക്കറിയാതെ പറ്റിപ്പോയത്, അറിഞ്ഞുകൊണ്ടല്ല, ക്ഷമിക്കടാന്നൊക്കെ പറഞ്ഞ് പുറകെ ചെല്ലുന്നുണ്ടെങ്കിലും കണ്ണം മൈൻഡ് ചെയ്യാതെ പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കരുണയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ യാത്രയാവാണ്. അത് വേറെ ഒന്നിനുമല്ല, വാമദേവൻ്റെ അടുത്ത് പൈസ മേടിക്കാൻ പോകാൻ വേണ്ടിയിട്ടാണ്. അത് കണ്ടതും ഉണ്ണി ചോദിക്കുന്നുണ്ട്, നീ എന്താടി കരുണ, എവിടെ പോവുക, അമ്പലത്തിൽ പോവാണെന്ന് ചോദിക്കുമ്പം ദൈവങ്ങളുടെ അടുത്ത് പോയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല, ഞാനിപ്പോൾ അമ്മാവൻ്റെ വീട് വരെ പോകാമെന്ന് പറയുമ്പം, നീ എന്താ ഇപ്പോൾ അമ്മാവൻ്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പോകണേ, അത് മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് നീ അമ്മാവനെ വിളിക്കണമുണ്ടല്ലോ, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പം, എനിക്ക് അവിടെ നിന്ന് കുറച്ച് പൈസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാനത് വാങ്ങാൻ പോകണമെന്ന് പറയുമ്പം ഉണ്ണിക്ക് വിശ്വാസമൊന്നും ആവണില്ല. ഉണ്ണി പറയുന്നുണ്ട്, അമ്മാവൻ നിനക്ക് പൈസ തരാമെന്നോ, അറുത്ത കൈക്ക് ഉപ്പ് തേക്കില്ലാത്ത അമ്മാവൻ നിനക്ക് പൈസ തരുമെന്ന് ഞാൻ വിശ്വസിക്കണില്ല എന്ന് പറയുമ്പോൾ, എന്തായാലും എനിക്ക് ഉണ്ണിയേട്ടനെ കൂട്ടല്ല, നല്ല കഴിവുണ്ട്, കിട്ടുന്ന അവസരം പാഴാക്കാതെ ഞാനത് ഉപയോഗിക്കും, ഞാനിന്ന് പോയി വരുമ്പം കുറച്ച് പൈസയായിട്ടേ വരുള്ളൂ, പിന്നെ അമ്മാവനെയോ അമ്മായിനെയോ കാണുമ്പോൾ ഉണ്ണിയേട്ടൻ ഈ വിവരമൊന്നും ചോദിക്കാൻ നിൽക്കണ്ട, ഞാൻ അവരോട് പൈസ മേടിക്കണ കാര്യം ആരോടും പറയണില്ല എന്നാണ് ഞാൻ പറഞ്ഞേക്കണേ, അതുകൊണ്ട് ഇനി ഉണ്ണിയേട്ടനെ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് പ്രശ്നമാകുമെന്ന്. അങ്ങനെ കരുണ പോകുമ്പോൾ ഉണ്ണിയാണെങ്കിൽ ഇങ്ങനെ ഗാഢമായി തന്നെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്, ഇതെന്തായിരിക്കുമോ എന്നുള്ള രീതിയിൽ. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ വാമദേവനെയും സീമന്തിനെയാണ്. സീമന്തിനിയും വാമദേവനും കൂടി പൈസ കിട്ടിയാൽ അത് എന്ത് ചെയ്യണം എന്നുള്ള ചർച്ചയിലാണ്. ആ സമയത്ത് സീമന്തിനി ചോദിക്കുന്നുണ്ട്, ഇനി കൂടെ നിങ്ങൾ പൈസ ചോദിച്ചാൽ അവർ സത്യങ്ങളെല്ലാം കണ്ണോട് പറഞ്ഞാലോ എന്ന് ചോദിക്കുമ്പം, അങ്ങനെയൊന്നും സംഭവിക്കില്ല, ഇതിപ്പോൾ ഫസ്റ്റ് ഗഡു മാത്രം, ഇനി തുടരെ ഞാനിങ്ങനെ പൈസ ചോദിച്ചുകൊണ്ടിരിക്കും, എന്തായാലും ഇന്ന് തന്നെ ആ പൈസ കൊടുത്ത് 1 കോടി രൂപയുടെ സ്ഥലത്തിന് എഗ്രിമെൻ്റ് എഴുതണം, എന്നിട്ട് ബാക്കി പൈസ മഹാലക്ഷ്മിയോട് വാങ്ങി ആ സ്ഥലം നമ്മുടെ സ്വന്തമാക്കണം എന്ന് പറയുമ്പം ഈ സീമന്തിന് ചോദിക്കുന്നുണ്ട്, അതൊക്കെ നടക്കുമോ വാമേട്ടാന്ന് ചോദിക്കുമ്പോൾ, അതിനല്ലേ ഞാനുള്ളത്, എന്തായാലും മഹാലക്ഷ്മിയുടെ കയ്യിൽ പൂത്ത പണം, അതിൽ നിന്ന് കുറച്ച് ഞാൻ വാങ്ങിയെടുക്കും, ഇപ്പോഴാണ് ഈ സീമന്തിനി എൻ്റെ സമയം തെളിഞ്ഞ്, എന്തായാലും കിട്ടുന്ന പൈസയിൽ നിന്ന് കുറച്ച് പൈസ മേഘനെ ചികിത്സിക്കാനായിട്ട് ഉപയോഗിക്കണമെന്ന് പറയുമ്പം ഈ സീമന്തിനി പറയുന്നുണ്ട്, അതെന്തായാലും നല്ല കാര്യം, പിന്നെ ഇപ്പം തന്നെ അവനിങ്ങനെ കിടക്കുകയാണെങ്കിലും അവന് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ സംസാരിക്കണതൊക്കെ അവൻ കേൾക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്, അത് മനസ്സിലായിട്ടായിരിക്കും അവൻ്റെ സ്വഭാവത്തിലും ചിരിയിലൊക്കെ ഇച്ചിരി മാറ്റങ്ങളുണ്ടെന്ന് പറയുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, അല്ലടി സീമന്തിനി, ഞാൻ എല്ലാ കാര്യങ്ങളും അവനോട് പറഞ്ഞിട്ടുണ്ട്, അവനും കൂടി എഴുന്നേറ്റിട്ട് വേണം ആ മഹാലക്ഷ്മീനെയും അനന്തുവിനെയും ലേഖേനെയും എല്ലാവരും ഒരു പാഠം പഠിപ്പിക്കാൻ, എന്നാൽ നിങ്ങൾ പോയി പൈസ വാങ്ങിക്കൊണ്ടു വാന്ന് പറയുമ്പം ഈ വാമദേവനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടുകൂടി എന്നാൽ ഞാൻ പോയി വരട്ടെ സീമന്തിനി എന്നും പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ വാമദേവൻ സ്റ്റെയർ ഇറങ്ങി വന്ന് ഡോറ് തുറക്കുന്നതും മുമ്പിൽ കാണുന്നത് കരുണേനെയാണ്. കരുണേനെ കാണുമ്പോൾ തന്നെ വാമദേവനക്ക് എന്തോ പോലെ ആവുന്നുണ്ട്. എന്നിട്ട് ആ മോളോ എന്നൊക്കെ ചോദിച്ച് അഭിനയിക്കുന്ന സമയത്ത് കരുണ പറയുന്നുണ്ട്, എന്തായി അമ്മവ, പൈസ കിട്ടിയോ എന്ന് ചോദിക്കുമ്പം, പൈസ കിട്ടിയെങ്കിൽ ഞാൻ മോൾക്ക് തരാതിരിക്കുമോ, ഞാനിപ്പോൾ പൈസ വാങ്ങാനായിട്ട് പോകുക, അനന്തു എന്നോട് ചെല്ലാൻ പറഞ്ഞു എന്ന്. അന്നേരം കരുണ ചോദിക്കുന്നുണ്ട്, എത്ര ലക്ഷം അമ്മാവ കിട്ടണേന്ന് ചോദിക്കുമ്പോൾ 5 ലക്ഷം. 5 ലക്ഷമോ, എനിക്ക് 5 ലക്ഷം, മോൾക്ക് 5 ലക്ഷം, ആകെ 10 ലക്ഷം കിട്ടുമെന്ന് പറയുമ്പോൾ കരുണ ചോദിക്കുന്നുണ്ട്, പിന്നീട് കൂടുതൽ കിട്ടൂലേ അമ്മാവെന്ന് ചോദിക്കുമ്പോൾ, ആദ്യം കിട്ടണത് വാങ്ങട്ടെ, അതിന് ശേഷമല്ലേ കൂടുതൽ മേടിക്കണേന്ന് പറയുമ്പം, എന്തായാലും മാസം ഞാനിനി ഇങ്ങോട്ട് വരാം പൈസ മേടിക്കാൻ, ഇനി നമ്മളിത് ഒരായുധമായിട്ട് കൊണ്ടേ നടക്കണം അമ്മാവ, ഈ പേരും പറഞ്ഞ് മഹാലക്ഷ്മിയിൽ നിന്നും മാക്സിമം നമ്മൾ സമ്പാദിക്കണം. ഇപ്പം തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ രാജകുമാരിയെ പോലെ ജീവിച്ചത്, കമലേശ്വരത്ത് വന്നതിന് ശേഷം അവളാണ് ഇപ്പോൾ രാജ്ഞിയായിട്ട് ജീവിക്കണം, എനിക്ക് അവളുടെ മുന്നിൽ തല ഉനിച്ച് നിൽക്കേണ്ട അവസ്ഥയാണ് വന്നേക്കണം, അതുകൊണ്ട് ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൈസ വാങ്ങിക്കൊണ്ടിരിക്കണമെന്ന്. ആ സമയം വാമദേവൻ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ പോയി കിട്ടാനുള്ളത് കൈയോടെ വാങ്ങിക്കൊണ്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് വാമദേവൻ പോകുന്നുണ്ട്. വാമദേവൻ പോയി കഴിഞ്ഞിട്ടും സീമന്തിനിയും കരുണയും ഈ പൈസ കിട്ടുന്ന സന്തോഷത്തിൽ തന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അനന്തു ആണെങ്കിൽ വാമദേവനെ നോക്കി നിൽക്കുകയാണ്. ആ സമയത്ത് വാമദേവൻ കാറിൽ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. കാറിൽ ചെന്നതും അനന്തു പൈസ റെഡി അല്ലേ എന്ന് ചോദിക്കുമ്പം, അതെ അമ്മാവ പൈസയൊക്കെ റെഡിയാണ്, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, ഈ പൈസ വാങ്ങിയിട്ട് വീണ്ടും അമ്മാവൻ പൈസ ചോദിക്കുമെന്ന് പറയുമ്പം, ഇല്ലടാ മോനെ, ഞാൻ നിങ്ങൾക്ക് വാക്ക് തന്നതല്ലേ, പറഞ്ഞ വാക്ക് ഞാൻ തെറ്റിക്കൂല എന്ന് പറയുമ്പം അനന്തു പറയുന്നുണ്ട്, ഇനിയിപ്പോൾ വാക്ക് തെറ്റിച്ചാലും കുഴപ്പമില്ല, ഞങ്ങളോട് പൈസ ചോദിച്ചാൽ ഞങ്ങൾ തരാനും ഉദ്ദേശിക്കണില്ല എന്ന്. അന്നേരം ഈ വാമദേവൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അത്രയ്ക്ക് വാശിയൊന്നും വേണ്ടടാ, നിൻ്റെ കയ്യിൽ നിന്നൊക്കെ പൈസ മേടിച്ചെടുക്കാൻ എനിക്ക് അറിയാമെന്ന്. ഇതേ സമയം നമ്മളുടെ അനന്തുവിൻ്റെ മുഖത്താണെങ്കിൽ നല്ല സന്തോഷമുണ്ട്. എന്നിട്ട് വാമൻ പറയുന്നുണ്ട്, ആ പൈസ ഇങ്ങോട്ട് കൊണ്ട് അനന്തു എന്ന് ചോദിക്കുമ്പം, അത് ബ്ലാക്ക് മണിയാണ്, ആരെങ്കിലും പിടിച്ചാൽ പ്രശ്നമാകുമെന്ന് പറയുമ്പം, അതൊന്നും കുഴപ്പമില്ല, എൻ്റെ കയ്യിൽ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് വൈറ്റ് ആക്കിക്കോളാം, അതോർത്തൊന്നും നീ ടെൻഷൻ ആവണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഈ അനന്തുവിനോട് പൈസ എടുക്കാൻ പറയുമ്പം, അനന്തു ആണെങ്കിൽ പൈസ കാറിലാണ്, ഞാനിപ്പോൾ തന്നെ എടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് കാറിൻ്റെ ബാക്കിലെ ഡോറ് തുറക്കുന്നുണ്ട്. ഡോറ് തുറന്നതും അതിൽ നിന്ന് മാർക്കോ ഇറങ്ങുന്നുണ്ട്. മാർക്കോയെ കണ്ടപ്പോൾ തന്നെ നമ്മളുടെ വാമദേവൻ്റെ പകുതി ജീവൻ പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മാർക്കോ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ നീങ്ങി നിൽക്കുമ്പം, എവിടെ അനന്തു പൈസ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ,
പൈസ ഇപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങിയേക്കണം, ഇവരുടെ കയ്യിലാണ് പൈസ, ഇവരെ ഇപ്പോൾ സെറ്റിൽമെൻറ്റൊക്കെ നടത്തണേ. എന്തായാലും വൺ ടൈം സെറ്റിൽമെൻ്റ് അല്ലേ, അത് എന്നെക്കാളും നന്നായിട്ട് ഇവർക്ക് നടത്താനറിയാമെന്ന് പറയണു. ആ സമയത്ത് അപ്പുറത്തെ ഡോറ് തുറന്ന് ലോപ്പസും ഇറങ്ങി വരുന്നുണ്ട്. ഇവരെ രണ്ടുപേരെയും കൂടി കാണുമ്പോൾ വാമദേവന് മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങൾ കൈവിട്ടു പോയിന്ന്. അങ്ങനെ വാമദേവൻ പരിങ്ങി നിൽക്കുന്ന സമയത്ത് മാർക്കോ വന്നിട്ട് എന്താണോ തനിക്ക് വേണ്ട, അനന്ത് സാറ് എത്ര രൂപ കൊടുക്കാമെന്നാണ് പറഞ്ഞതെന്ന് ചോദിക്കുമ്പം 60 ലക്ഷം കൊടുക്കാമെന്നാണ് ഞാൻ പറഞ്ഞേക്കണേന്ന് പറയണം. അന്നേരം മാർക്കോ പറയുന്നുണ്ട് 60 കുറച്ച് കുറവല്ലേ, നമുക്ക് 1 കോടി തികച്ചു കൊടുക്കാം, ഇനി ഇവൻ ആരെയും ബ്ലാക്ക് മെയിൽ ചെയ്തതെന്നും പറഞ്ഞ് വാമദേവൻ്റെ 2 കൈയും പിടിച്ചിങ്ങനെ തിരിച്ചു ഓടിക്കുന്നുണ്ട്. ആ സമയത്താണ് ഈ വാമദേവൻ കിടന്ന് കരയുമ്പം മാർക്കോയും ലോപ്പസും കൂടി നല്ല രീതിയിൽ തന്നെ വാമദേവനെ കിട്ടി ഇടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇടിച്ചൊരു പരുവായി കഴിയുമ്പോൾ ആനന്ദ് പറയുന്നുണ്ട്, മതി മാർക്കോ, ഇനി തല്ലണ്ട, എന്തായാലും ഇന്നത്തെ ഡീല് കഴിഞ്ഞല്ലോ, ഇനി അയാൾ പോയിക്കോട്ടെ എന്ന്. അങ്ങനെ വാമദേവനോട് പറയുന്നുണ്ട്, ഇനി നീ കണ്ണനോട് ഇത് ചെന്ന് പറഞ്ഞോ, ഒരു കുഴപ്പമില്ല, കണ്ണനോട് പറയുമ്പം കണ്ണൻ പറയണ മറുപടി എന്താണെന്നൊക്കെ ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് ഞങ്ങൾ ഇനി അതും പറഞ്ഞ് പേടിപ്പിക്കുകയൊന്നും വേണ്ട, പൊയ്ക്കോളാൻ പറഞ്ഞ് വാമദേവനെ വിടുന്നുണ്ട്. പിന്നീട് നമ്മളുടെ സീമന്തിനിയും കരുണയാണെങ്കിൽ ഇപ്പോൾ പൈസയും കൊണ്ട് വാമദേവൻ വരൂ എന്നുള്ള സന്തോഷത്തിലിരിക്കുകയാണ്. എന്നിട്ട് കരുണ പറയുന്നുണ്ട്, ആ പൈസ കിട്ടിയിട്ട് വേണം നല്ല സുഖമായിട്ടൊന്ന് ജീവിക്കാൻ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പം വാമൻ്റെ കാറ് വരുന്ന ഒച്ച കേൾക്കുന്നുണ്ട്. കാറിൻ്റെ ഒച്ച കേട്ടതും സീമന്തിന് വാമേട്ടൻ വന്നു എന്നും പറഞ്ഞ് കരുണയോട് പറഞ്ഞിട്ട് വന്ന് ഡോറ് തുറക്കുമ്പോൾ കാണുന്നത് കാറിൽ നിന്നും ഡ്രൈവർ ഇറങ്ങുന്നതാണ്. ഡ്രൈവർ ഇറങ്ങി വന്നിട്ട് വാമദേവൻ ഇരിക്കുന്ന സൈഡിലെ ഡോറ് തുറന്നു കൊടുത്ത് അയാളെ പിടിച്ച് പുറത്തേക്ക് ഇറക്കുമ്പം ഈ സീമന്തിന് പറയുന്നുണ്ട്, ഇതെന്ത് പറ്റി വാമേട്ടന് എന്തോ കുഴപ്പമുണ്ടല്ലോ എന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പം ഈ ഡ്രൈവറാണെങ്കിൽ വാമദേവൻ്റെ കയ്യിലേക്ക് ഒരു കിറ്റ് കൊടുക്കുന്നുണ്ട്. കരുണയ്ക്കാണെങ്കിൽ വാമദേവൻ പൈസയും കൊണ്ട് വന്നു എന്നുള്ള സന്തോഷം തന്നെയാണ്. അങ്ങനെ വാമദേവൻ്റെ അടുത്തേക്ക് എന്നിട്ട് പൈസ എവിടെ അമ്മാവ, ഈ കവറിൽ പൈസയാണോ എന്ന് ചോദിക്കുമ്പം വാമദേവൻ പറയുന്നുണ്ട്, അതെ പൈസ കിട്ടണേൻ്റെ പാതി നിനക്ക് വേണമെന്നല്ലേ പറഞ്ഞത്, എന്നാൽ പകുതി നീ എടുത്തോ, എൻ്റെ ശരീരം ആകെ ഇടിച്ച് ചതച്ച് ഇഞ്ചോ പരുവാക്കിയിട്ട് അവന്മാരെന്നെ വിട്ടേക്കണമെന്ന് പറയണമെന്ന്. കരുണ ചോദിക്കുന്നുണ്ട്, ആരാന്ന് ചോദിക്കുമ്പം അനന്തും മാർക്കോയും മാർക്കോയുടെ കൂട്ടുകാരനും കൂടി അനന്ത് ശരിക്കും എന്നെ വിളിച്ചത് പൈസ തരാനല്ല, അവരെയും കൊണ്ട് എന്നെ തല്ലിക്കാൻ വേണ്ടിയിട്ടാണ്. അതെയോ, അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതല്ലേ, അനന്ത് വിളിക്കുമ്പോൾ അങ്ങനെ വിശ്വസിക്കരുത്, ചിലപ്പോൾ ഉപദ്രവിക്കാനായിരിക്കുമെന്ന്. അന്നേരം നിങ്ങളത് കേട്ടില്ലല്ലോ. സമയത്ത് കരുണ ചോദിക്കുന്നുണ്ട്, അപ്പോൾ പൈസയൊന്നും കിട്ടിയില്ല അല്ലേ എന്ന് ചോദിക്കുമ്പം എന്നെ കണ്ടില്ലേടി നീ, എൻ്റെ ശരീരം കണ്ടില്ലേ, ഇപ്പോൾ ഞാൻ ആശുപത്രി പോയി മരുന്ന് മേടിച്ചുകൊണ്ട് വന്നേക്കണേ കാണണേ, ഇനി പൈസയൊന്നും കിട്ടൂല എന്ന് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട്, എന്തായാലും അമ്മാവിന് കിട്ടാനുള്ളത് തന്നെ കിട്ടിയെന്ന് പറയുമ്പം വാമദേവൻ ചോദിക്കുന്നുണ്ട്, എനിക്ക് തല്ല് കിട്ടിയാലും നിനക്ക് വിഷമമൊന്നുമില്ലെന്ന് ചോദിക്കുമ്പോൾ ഒരു വിഷമവുമില്ല, എന്തായാലും എൻ്റെ അച്ഛനെയും കൊണ്ട് ഇത് ചെയ്യിച്ചത് നിങ്ങളല്ലേ, നിങ്ങൾ കാരണം എനിക്കിപ്പോൾ ജീവിതം തന്നെ നശിച്ച രീതിയിലാണ് നിൽക്കണേ, എന്തായാലും ഞാൻ പോവാമെന്നും പറഞ്ഞുകൊണ്ട് കരുണ പോകുന്നുണ്ട്. നേരെ കരുണ പോകുന്നത് പ്രതാപൻ്റെ അടുത്തേക്കാണ്. പ്രതാപൻ കരുണയെ കാണുമ്പോൾ തന്നെ മോളെ വാന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ടെങ്കിലും കരുണയാണെങ്കിൽ സംശയിച്ചാണ് നിൽക്കണേ. എന്നിട്ട് പ്രതാപനോട് ചോദിക്കുന്നുണ്ട്, കണ്ണേട്ടനോട് സത്യങ്ങളൊക്കെ പറഞ്ഞോ നിങ്ങളുടെ അസുഖം മാറിയതിന് ശേഷം എന്ന് ചോദിക്കുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, ഇല്ല മോളെ, ഞാൻ ഒരു കാര്യവും കണ്ണനോട് പറഞ്ഞിട്ടില്ല എന്ന്. ഇത് കേട്ടോണ്ട് ഇന്ന് മോഹിനി വന്നിട്ട് പറയുന്നുണ്ട്, മോളെ സത്യങ്ങളെല്ലാം പറഞ്ഞു, അത് അസുഖം മാറിയതിന് ശേഷമല്ല, അസുഖം ഉണ്ടായിരുന്നപ്പോൾ തന്നെ 7-ാം മാസത്തെ ചടങ്ങിൻ്റെ അന്ന് കണ്ണൻ ഇവിടെ വന്നില്ലേ, അന്നേരം ഞങ്ങളാരും കാണാതെ കണ്ണൻ ഇയാളെ കയറി കണ്ടിരുന്നു, അന്നേരം ഇയാൾ എല്ലാ സത്യങ്ങളും കണ്ണനോട് പറഞ്ഞു എന്ന്. അത് കേട്ടതും ഈ കരുണയാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട്. അപ്പോൾ കണ്ണേട്ടൻ സത്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ മോളെ, കണ്ണൻ സത്യങ്ങളൊക്കെ അറിഞ്ഞു, അതിനുശേഷം മോളോടും അനന്തുവിനോടും ലേഹനോടൊക്കെ കണ്ണന് ഭയങ്കര ദേഷ്യമായിരുന്നു, ഇപ്പോഴാ ദേഷ്യമൊക്കെ ഒന്ന് മാറി വന്ന് തുടങ്ങിയേക്കണേന്ന്. അത് കേട്ടതും കരുണയ്ക്ക് ഭയങ്കര പേടിയാവുന്നുണ്ട്. എന്നിട്ട് കരുണ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇനി ഞാനവിടെ ഭയന്ന് ജീവിക്കണമല്ലേ, ഇനി കണ്ണേട്ടൻ എന്ത് ചെയ്യുന്നൊന്നും പറയാൻ പറ്റില്ല, ഇനി ഞാൻ എങ്ങനെ അവിടെ ജീവിക്കൂ എന്നൊക്കെ പറയുമ്പം പ്രതാപൻ പറയുന്നുണ്ട്, മോളെ ഞാൻ മോളോടൊരു കാര്യം പറയാം, തൽക്കാലം മോള് കണ്ണൻ്റെ മുന്നിൽ തല താഴ്ത്തി ഒന്ന് ജീവിക്കാൻ നോക്കണം. അത് കേട്ടതും കരുണ പറയുന്നുണ്ട്, ഇനി ഞാൻ അയാളുടെ മുമ്പിൽ തല ഉയർത്താതെ തന്നെ ജീവിക്കേണ്ടി വരും, ഇനി അയാൾ എന്നോട് ഇതിന് പ്രതികാരം ചെയ്യണേ എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല, ഞാൻ പോവാമെന്നും പറഞ്ഞുകൊണ്ട് കരുണ പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കരുണയാണെങ്കിൽ ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങിയിട്ട് ഭയങ്കര പേടിയോടുകൂടി തന്നെയാണ് കമലേശ്വരത്തേക്ക് കയറാൻ പോണത്. അങ്ങനെ കരുണ പേടിച്ച് ഇങ്ങനെ വന്നിട്ട് നോക്കണതേ കണ്ണൻ്റെ മുഖത്തേക്കാണ്. കണ്ണൻ്റെ മുഖം കാണുമ്പോൾ തന്നെ കരുണയ്ക്ക് നല്ല പേടിയാവുന്നുണ്ട്. എന്നിട്ട് കരുണ പതിയെ അകത്തേക്ക് കയറി പോകാൻ തുടങ്ങുമ്പം കണ്ണൻ കരുണയെ വിളിക്കുന്നുണ്ട്, നീ ഇതെവിടെ പോയതായിരുന്നു, നീ എന്തിനാ അമ്മാവിൻ്റെ വീട്ടിൽ പോയെന്ന് ചോദിക്കുമ്പം അത് ഒന്നുമില്ല, വെറുതെ പോയതാ, അല്ല ഇനിയിപ്പോൾ അമ്മാവിന് കിട്ടിയ പൈസയുടെ
പകുതി മേടിച്ചെടുക്കാനെങ്ങാനും നീ പോയതാണോ എന്ന് ചോദിക്കുമ്പം അതെന്താ കണ്ണേട്ടൻ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കുമ്പം അല്ല, നീ ആയതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല, ഇനിയിപ്പോൾ അമ്മാവന് ഇന്ന് കിട്ടിയതിൻ്റെ വീതവും മേടിച്ചുകൊണ്ടാണോ നീ വന്നേക്കണേന്ന് ചോദിക്കുമ്പം കരുണയാണെങ്കിൽ ആകെ ഭയത്തോടു കൂടി ഇങ്ങനെ നോക്കുമ്പം കാരണം പറയുന്നുണ്ട്, അമ്മാവന് ഇന്ന് മാർക്കോയൊക്കെ കൂടി നല്ലോണം കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ വീതം മേടിക്കാനാണല്ലോ നീ അങ്ങോട്ട് പോയത്, അല്ലാതെ നീ ഇപ്പം അങ്ങോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ഇന്ന് അമ്മാവന് പൈസ കിട്ടുന്ന ദിവസമായിരുന്നു, അപ്പോൾ ഇന്ന് തന്നെ നീ പോയപ്പം എനിക്ക് തോന്നി നീ അതിൻ്റെ വീതം മേടിക്കാൻ പോയതാണ്, എന്തായാലും അമ്മാവന് കിട്ടിയതിൻ്റെ വീതവും വാങ്ങിക്കൊണ്ട് ഇങ്ങോട്ട് പോന്നാൽ മതിയായിരുന്നു എന്ന് പറയുന്നു. അത് കേട്ടതും കരുണ പേടിയോടുകൂടി കണ്ണൻ്റെ നേരെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും ഇനി വരുന്ന എപ്പിസോഡിൽ തന്നെ കണ്ണൻ എല്ലാ സത്യങ്ങളും ഉണ്ണിയുടെയും ദുർഗയുടെയും മുന്നിൽ പറയൂന്നും പറഞ്ഞ് കരുണയെ ഭീഷണിപ്പെടുത്തി കരുണയെ ഒരു നല്ല മോളാക്കി എടുക്കുന്ന എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത്. എന്തായാലും കരുണയുടെ ദുഷ്ടതയൊക്കെ ഇതോടുകൂടി തന്നെ തീരും. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.